ഇ കൊമേഴ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടത് അവർ സ്വന്തമായി ചെയ്യുന്നതാണോ അല്ല ആമസോൺ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നതാണോ ഏറ്റവും നല്ലതെന്ന്. സ്വന്തമായി ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ സ്വന്തമായി ഒരു സ്ഥലം വാങ്ങി അവിടെ നിങ്ങൾ തറയിട്ട് ഒരു ബിൽഡിംഗ് എടുത്ത് ആ ബിൽഡിങ്ങിൽ നിങ്ങൾ ഇന്റീരിയർ എല്ലാം ചെയ്ത് നല്ല സൈൻ ബോർഡ് വെച്ചു, നിങ്ങൾ ആവശ്യത്തിന് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു, ഇൻവെന്ററി ഉണ്ടാക്കി, നിങ്ങൾ നല്ലൊരു ഉദ്ഘാടനം നടത്തി ആളുകളെ എല്ലാം അറിയിച്ച് തുടങ്ങുന്നു. ആ ബിൽഡിങ്ങിലേക്ക് ആളെ കൊണ്ടുവരേണ്ട കംപ്ലീറ്റ് ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണുള്ളത്. മറിച്ച് ഒരു 10-400 കടകളുള്ള വലിയൊരു മാളിൽ നിങ്ങളൊരു ഷോറൂം തുടങ്ങുകയാണെങ്കിൽ അവിടെ എല്ലാ ഫെസിലിറ്റിയും, പാർക്കിംഗ്, അമ്യൂണിറ്റീസ്, ഫെസിലിറ്റീസ്, ലിഫ്റ്റ്, എവ്രിതിങ് ഈസ് ഓൾറെഡി സെറ്റ്. ഈവൻ അവിടേക്കുള്ള ക്രൗഡ് പോലും ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്ന ക്രൗഡാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലുള്ള ഒരു വലിയ വ്യത്യാസം, നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയ ബിൽഡിങ്ങിലേക്ക് ആളെ കൊണ്ടുവരേണ്ട പണി കാലാകാലങ്ങളും നിങ്ങളുടെ തന്നെയായിരിക്കും. ഓൾറെഡി നിങ്ങൾ വലിയൊരു ബിൽഡിങ്ങിൽ, വലിയൊരു മാളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് അവിടെ എല്ലാവരും പരസ്യം ചെയ്യും, എല്ലാവരും ആളുകളെ കൊണ്ടുവരും. അവിടെ വരുന്ന ആളുകൾ നിങ്ങളുടെ കട കാണാനും നിങ്ങളുടെ പ്രോഡക്റ്റ് കാണാനും നിങ്ങളുടെ സർവീസുകൾ കാണാനും ഇടയാവും. സ്വാഭാവികമായും അവർ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ആ സംഗതികളെല്ലാം ചെയ്യുന്നതിൻ്റെ എഫേർട്ട് വളരെ കുറച്ചും നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ ചെയ്യുന്നതിൻ്റെ എഫേർട്ട് വലിയ കൂടുതലായിരിക്കും. സോ കമ്പയറിങ് യുവർ ഇ കൊമേഴ്സ് സൈറ്റ്, Amazon is very, very cheaper for you when you compare building it from the scratch to a higher level.